യെസ്, അമീർ അജ്മൽ. എന്റെ ബാപ്പ, എനിക്കെന്റെ ബാപ്പയെ കാണണം. നിന്റെ ബാപ്പ മോനെ മോനെ കാസിം കടന്നു പോയി എന്റെ മുന്നിൽ ഇല്ലെങ്കിൽ കൊന്നു കുഴിച്ചുകൊടും ഞാൻ. അമീർ. അതെ ഉമ്മ, അമീർ. ഉമ്മാക്കും റസിയാക്കും അംഗീകരിക്കാനാവാത്ത അമീർ അജ്മൽ. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഇപ്പോഴും എന്നോട് വെറുപ്പാണ്. അങ്ങനൊന്നും പറയില്ലേ മോനെ. വാ, അകത്തേക്ക് വാ. മയ്യത്തായ കാസിംകാടെ സ്ഥാനത്ത് നിങ്ങൾക്ക് എന്നെ ഒരിക്കലും കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ഉമ്മ രണ്ടാണെങ്കിലും ഒരേ ബാപ്പയുടെ മക്കളാ ഞങ്ങൾ രണ്ടാളും. ഞാനങ്ങനെ കണ്ടിട്ടുള്ളൂ. അന്ന് ഏതൊരു ഭാര്യയ്ക്കും തോന്നുന്ന വെറുപ്പോ ഇഷ്ടക്കേടും മാത്രമേ നിന്നോടും നിന്റെ ഉമ്മയോടും എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതൊന്നും നീ കാര്യമാക്കരുത്. റസിയ, ഇക്കായെ കണ്ട ഓർമ്മയുണ്ടോ നിനക്ക്? എങ്ങനെ കാണാനാ? പല പ്രാവശ്യം നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചു വന്നപ്പോഴൊക്കെ കാസിംക ഒരിക്കൽ പോലും അതിനെന്നെ അനുവദിച്ചില്ല. എന്തിന്? എൻ്റെ ബാപ്പ മയ്യത്തായപ്പോൾ പോലും ആ രക്തത്തിൽ പറഞ്ഞ എനിക്ക് ഒന്ന് കാണാൻ പോലുമുള്ള അനുവാദമില്ലായിരുന്നു. അതൊന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയല്ല ഉമ്മ ഞാനിപ്പോൾ വന്നത്. തെറ്റുകുറ്റങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ള ആളാണെങ്കിലും കാസിംകായെ കൊന്നവനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിങ്ങളെ രണ്ടുപേരെയും ഷാർജയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അത് വേണ്ട അമീർക്ക. അത് വേണം റസിയ. നിങ്ങൾ ഇനി ഇവിടെ തനിച്ചു കഴിയണ്ട. അത് പോട്ടെ. ഇക്കായോടൊപ്പം ജയിലിലുണ്ടായിരുന്ന ബാപ്പയുടെ വലങ്കൈ അലിഖാൻ, അവനിപ്പോൾ എവിടെയുണ്ട്?
സെല്ലിലടക്കി. Excuse me, sir. I am Amir Ajmal from Sharjah. യെസ്. അലിഖാൻ, നിങ്ങൾക്കൊരു വിസിറ്റർ ഉണ്ട്. അലി ഖാൻ, എൻ്റെ ഇക്ക കാസിംബായി കൊല്ലപ്പെട്ടത് എങ്ങനെയാണ്? നീ അറിയാതെ എൻ്റെ ഇക്ക കൊല്ലപ്പെടില്ല. ബതാओ. മേരാ കാസിംബായി കോ ക്യാ ഹുവാ? നിർത്തടാ. ഇക്കയുടെ കൊലയാളി അന്വേഷിച്ചു വന്നിരിക്കുന്നു. ഇത്രയും കാലം നീ എവിടെയായിരുന്നു? ഇതിനു മുമ്പ് ഒരിക്കൽ പോലും നീ കാസിംബായിനെ കാണാനോ അന്വേഷിക്കാനോ വന്നിട്ടുണ്ടോ? ഇപ്പൊ മയ്യത്തായി അറിഞ്ഞപ്പോ ബന്ധം സ്ഥാപിക്കാൻ വന്നിരിക്കുന്നു. എന്നടാ നിനക്കിങ്ങനെ ഒരു ഇക്കുണ്ടായത്? അലി ഖാൻ, ഏയ്, ആലറി വിളിച്ച അലിഖാനെ ഭയപ്പെടുത്താൻ നോക്കണ്ട. ഇക്കാലം അത്രയും ഒരുമിച്ചുണ്ടായിരുന്ന എന്റെ കാസിംബായി മരിച്ചു, അല്ല കൊന്നു. അതിനപ്പുറം എനിക്കൊന്നും അറിയില്ല. നടക്ക് പോവാം. എൻ്റെ ഇക്കായെ കൊന്ന ചെകുത്താൻ ഏത് നരകത്തിൽ ചെന്ന് ഒളിച്ചാലും ശരി, ഈ അമീർ അജ്മൽ കണ്ടെത്തിയിരിക്കും. ഇക്കണക്കിന് നമുക്ക് ഉടനെ അങ്ങ് തിരിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ ഫോട്ടോകൾ വെച്ച് എല്ലാ എയർപോർട്ട് ഇമിഗ്രേഷനിലും റിപ്പോർട്ട് പോയിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ചക്ക് മുമ്പ് ബാംഗ്ലൂർ എത്തിയില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് ചെല്ലണ്ടെന്നാ മാനേജർ പറഞ്ഞത്. എല്ലാത്തിനും കാരണക്കാർ ഈ അച്ഛൻ ഒറ്റ ഒരുത്തന. അച്ഛൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? അച്ഛന്റെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കാൻ പോയതുകൊണ്ടല്ലേ കുഴപ്പം മുഴുവനുണ്ടായി. അത് ശരിയാണ്. ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് അച്ഛന്റെ ഷഷ്ടിപൂർത്തി ആഘോഷിച്ചാൽ മതിയായിരുന്നു. ഈടാ അതുവരെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന എന്തുറപ്പ്? ഓ, അത് ശരിയാ. ഇന്നലെയും കൂടി അച്ഛന്റെ പ്രാർത്ഥന ഞാൻ കേട്ടതാ. എന്നെ പെട്ടെന്ന് അങ്ങ് എടുത്തകണ കർത്താവെന്ന്. സത്യം വെളിയിൽ വരണം. ആരായിരിക്കും ഈ കാസിംബായിയെ കൊന്നത്? ആ കൊന്നവന്റെ നമ്പർ കിട്ടിച്ചിരുന്നെങ്കിൽ നമുക്കൊന്ന് വിളിച്ചു ചോദിക്കാമായിരുന്നു. എടാ, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ചോദിച്ചാൽ കിട്ടൂലേ? ഒന്ന് പോടപ്പാ. പോലീസുകാർക്ക് കൊലപാതകം കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ, നമ്പർ കണ്ടുപിടിക്കാനുള്ള ബുദ്ധി അവർക്കില്ല. ഒന്ന് വാ അടയ്ക്കുന്നുണ്ടോ? ആ, എനിക്കൊരു ബെസ്റ്റ് ഐഡിയ കിട്ടിയിട്ടുണ്ട്, വേണമെങ്കിൽ പറഞ്ഞുതരാം. എന്താണോ ഐഡിയ? കേക്കട്ടെ. പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ വേഷവും കെട്ടി നമുക്ക് തന്നെ ഈ കേസ് അന്വേഷിക്കാൻ ഇറങ്ങിയാലോ? നിർത്തി. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്നിട്ട് വേണം ആൾ മാറാട്ടത്തിന് പോലീസുകാർ നമ്മളെ എടുത്തിട്ടിരിക്കാൻ. ഒരുത്തരം നിപ്പ് കണ്ടില്ലേ? ഇവന് മാത്രം ഒരു ടെൻഷനും ഇല്ല. നീ എന്താ ഇത്രയ്ക്ക് ആലോചിച്ച് കൂട്ടുന്നത്? ജയിലിലെ പ്രോഗ്രാമിന് ശേഷം ഏതോ റിലേറ്റീവിനെ കാണാൻ പോയി നീ സത്യത്തിൽ എങ്ങോട്ടാ പോയത്? അത് ഞാൻ എന്റെ ഒരു ആന്റിയെ കാണാൻ പോയതാ. നിന്റെ ഒരു ആന്റി? നീ പണ്ടേ ചുറ്റിക്കളിക്കാരനാ, ഞങ്ങൾക്കറിയാം. സത്യം പറ, നിനക്ക് ഈ കൊലയായിട്ട് എന്താ ബന്ധം? അതെടാ, കാസിംബായിയെ കൊന്ന ഞാനാ. എന്ത് വേണം? ആ, അപ്പൊ നമ്മ രക്ഷപ്പെട്ട്. കയ്യോടെ ജിമ്മിച്ചാനെ പിടിച്ച് പോലീസിലേപ്പിച്ച നമുക്ക് തടിയൂരല്ല. വിളിക്കേ, അകത്താവുന്ന ഞാൻ മാത്രമല്ല. വിളിക്കേ, കണ്ടുപിടിക്കാറിയിരിക്കും. എന്റെ മാതാവേ, ഏത് നേരത്താ എനിക്ക് ജയിലിലെ പ്രോഗ്രാം പിടിക്കാൻ തോന്നിയത്? എല്ലാ ശത്രുക്കളിൽ നിന്നും നീ എന്നെ രക്ഷിക്കണമേ, എന്നെ ഭയപ്പെടുത്തരുതേ. എന്താടാ ഇത്? അച്ഛനല്ലേ പറഞ്ഞ കൊതുവിനെ കൊല്ലാനായിട്ട്. എന്നിട്ട് കൊതുകിനെ കൊന്നാ? എല്ലാ കൊതുവിനെ കൊന്നു. പിന്നെന്താടാ ഇവിടെ കിടന്നിട്ട് മൂളിച്ച? അതെ, ചത്ത കൊതുവിന്റെ ഭാര്യയും മക്കളും കരയുന്നതാണ്. ഐറ്റങ്ങൾക്കില്ല സങ്കടം. നീ ഇങ്ങനെ അടുത്ത് വന്നേ. എന്താടാ ഇവിടെ ഒരു സ്മെല്ല്? നീ കുടിച്ചിട്ടുണ്ടാ? അയ്യോ, സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ലോ. നോണ പറയണ്ട, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യോ, ഇന്നത്തെ കോട്ട കഴിഞ്ഞ് നാളെ തന്നാ മതി. മോനെ, ദിവസവും ഇത് വലിച്ചു കയറ്റി അത് നിനക്കൊരു ശീലാവില്ലേ? അങ്ങനെയൊന്നും ഇല്ലച്ചോ. കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് ഞാൻ ഡെയിലി ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുക. പക്ഷെ ഇതുവരെ എനിക്ക് ശീലമായിട്ടില്ല. നിന്നെയൊക്കെ ഇവിടെ പൊറപ്പിക്കുന്ന എന്നെ വേണം തല്ലാൻ. അതിനൊന്നും എന്നെ കിട്ടില്ല. എനിക്ക് അച്ഛനോട് ബഹുമാനം കൊള്ളതാ. ഞാൻ ആ ഭാര്യ മക്കളെ കൊല്ലട്ടെ. ആരുടെ? അല്ല, ചത്ത കൊതിന്റെ ഭാര്യ മക്കളെ. അമ്പടി ഭാര്യ. കള്ളു കുടിച്ചാ ഇങ്ങനെ ബോധം പോവും എന്റെ കർത്താവേ. ഹായ് ജിമ്മി. ഹായ്, റെഡ് റോസ്. ചുവപ്പ് റോജാക്കൾ. എന്താ ഇഷ്ടായോ? ഇഷ്ടായി.
ജണ്ടുമല്ലി എനിക്ക് ഇഷ്ടമാണെന്ന് എന്റെ കരീനക്കുട്ടിക്ക് എങ്ങനെ മനസ്സിലായി? ഇതിലെന്ത് മനസ്സിലാക്കാനിരിക്കുന്നു? പ്ലാസ്റ്റിക് പൂക്കളുടെ വരവോടുകൂടി അന്യം നിന്നുപോയ ഈ പ്രേമപുഷ്പം എനിക്ക് സമ്മാനിച്ച എന്റെ പ്രിയങ്കരിയായ അന്ന കരീനയ്ക്ക് എന്റെ ഹാർട്ടിന്റെ വെൻട്രിക്കിൽ നിന്നും 1000 നന്ദി. ഓഹോ, അപ്പൊ ഇതിന് ഇങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ കൂടി ഉണ്ടല്ലേ? ഉണ്ടോന്നോ? പണ്ട് ചെണ്ടുമല്ലി വേണമെന്ന് വാശി പിടിച്ച് കരഞ്ഞതിന്റെ പേരിൽ അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് ഒത്തിരി തല്ലെനിക്ക് കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാ ഈ ചെണ്ടുമലയിലിരിക്കുന്ന വണ്ടിനെ പോലുള്ള എന്റെ കൊച്ചാണ്ടിക്ക് വേണ്ടി ഞാനിത് കൊണ്ടുവന്നത്. താങ്ക്സ്. പൂക്കളിൽ വെള്ള റോസ് മനോഹരിയാണെങ്കിലും മണപ്പിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ മൂക്കിൽ പുഴുകേറാൻ സാധ്യതയുണ്ട്. സത്യത്തിൽ ഉണ്ണിയൊരു കവിയാണല്ലേ? ആവേണ്ടതായിരുന്നു. പക്ഷേ കൗമാരം വിടരും മുമ്പേ ജീവിതത്തിന്റെ ദുരാവസ്ഥയിൽ ആ കവിത്വത്തിന്റെ ഷഡ്ജ കീറിപ്പോയി. പിന്നെ കുടുംബമായി, കുട്ടികളായി, അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി. ഓ, ഒരു സർപ്രൈസ്. പക്ഷേ ഉണ്ണി ഇപ്പോഴും സ്മാർട്ടാണ്. താങ്ക് യു. കരീനക്കുട്ടിക്കറിയോ, എന്റെ ഈ രൂപം മാത്രമേ കറുത്തതായിട്ടുള്ളൂ. ഓഹോ, മനസ്സ് നല്ല വെളുവെളാന്ന് വെളുത്തതാ. ശ്രീകൃഷ്ണന്റെ 7 അഴകുള്ള കറുപ്പ എന്റെ കൊച്ചാണ്ടിക്ക് പുല്ലാങ്കുടൽ ഊതുന്ന കള്ള കണ്ണന്റെ നിറം. കരീന എന്നെ കരിവർണ്ണനാക്കി മാറ്റിയത് ഞാൻ ഓർത്തു പോയതാ. പക്ഷെ എന്ത് ചെയ്യാം, ഇത്ര നല്ലൊരു മനസ്സുണ്ടായിട്ടും ഇങ്ങനൊരു മർഡർ കേസിൽ വന്ന് പെട്ടില്ലേ? ജയിലിനകത്ത് ടൈറ്റ് സെക്യൂരിറ്റി കഴിയുന്ന കാസിം ബായിയെ പോലെ ഒരു ക്രിമിനലിനെ ഞങ്ങൾ എങ്ങനെ കൊല്ലാനാ? ഏതായാലും അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്റെ ഭാഗ്യം അല്ലേ ജിമ്മി? അതുകൊണ്ടാണല്ലോ എനിക്ക് കരീനയെ കണ്ടുമുട്ടാൻ കഴിഞ്ഞത്. ഇനി ഭാര്യ അറിയാതെ ഈ ബന്ധം എങ്ങനെ തുടരാമെന്നാണ് നോക്കേണ്ടത്. ബിൽ ക്ലിന്റന്റെ ആത്മകഥയുടെ ഒരു കോപ്പി ഇന്ന് തന്നെ വാങ്ങണം. മിസ്റ്റർ ഫൈസൽ മുഹമ്മദ്, വേറെ ഏതെങ്കിലും പബ്ലിക് പ്ലേസിൽ വെച്ചല്ല, സെൻട്രൽ ജയിലിനകത്ത് വെച്ചാൽ ഞങ്ങളുടെ കാസിംക കൊല്ലപ്പെട്ടത്. അതും പൂർവ്വ വൈരാഗ്യം വെച്ചുകൊണ്ടുള്ള പക തീർക്കൽ. ആ മിമിക്രിക്കാരാണ് അതിന്റെ പിന്നിലെന്ന് സകല പത്രങ്ങളും മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടും അവർ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വൈ? എക്സ്ട്രീംലി യു ആർ മിസ്റ്റേക്കൺ മിസ്റ്റർ അമീർ. പത്രങ്ങളും ചാനലുകളും പ്രവചിക്കുന്ന പോലെ കുറ്റവാളികളെ കണ്ടെത്താനുള്ള ജ്യോതിഷ കാര്യാലയമല്ല പോലീസ് ഡിപ്പാർട്ട്മെന്റ്. സംശയത്തിന്റെ പേരിൽ കൈ കിട്ടുന്നവരെയൊക്കെ തല്ലിച്ചതച്ച് കുറ്റം തെളിയിക്കുന്ന ആ ബ്രൂട്ടാലിറ്റിയുടെ കാലമൊക്കെ കഴിഞ്ഞു പോയില്ലേ മിസ്റ്റർ അമീർ? ഇരുമ്പൊലൊക്കെ വിഴുങ്ങിയിട്ട് ദഹനത്തിനായി ചുക്കുവെള്ളം കുടിക്കുക, അതുപോലുള്ള ഫൂളിഷ്നെസ് നിങ്ങൾ ഈ പറയുന്നത്. ഡിപ്പാർട്ട്മെന്റിന് അതിന്റേതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതനുസരിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. സോറി, നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല. ഞങ്ങളുടെ കാസിംക മരിച്ചിട്ട് ഇത്രയും മാസമായിട്ടും യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താൻ കഴിയാത്തതുള്ള വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ഞങ്ങളുടെ ബാപ്പയും ഇതുപോലെ തന്നെ ജയിലിൽ കിടന്നാ മരിച്ചത്. ബാപ്പയുടേതുപോലെ ഇക്കയുടെ മരണവും തെളിയിക്കപ്പെടാതെ പോകരുത്. ഒക്കെ എനിക്കറിയാം റസിയ. എത്രയും പെട്ടെന്ന് യഥാർത്ഥ കൊലയാളി പോലീസിന്റെ പിടിയിൽ വീണിരിക്കും. മിസ്റ്റർ ഫൈസൽ സർ, DIGയുടെ നേർക്ക് വരെ കയ്യേറ്റം ചെയ്തിട്ടുള്ളവനായി ഈ കാസിം. എന്നിട്ടും അവന്റെ പേരിൽ ഒരു ആക്ഷൻ പോലും എടുക്കാതിരുന്നത് പാർട്ടിയിലുള്ള അവന്റെ സ്വാധീനം കൊണ്ടാണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഒറ്റപ്പെട്ട സെല്ലില അവനിവിടെ കഴിഞ്ഞിരുന്നത്. എന്നാലും വാളെടുത്തവൻ വാളാലെ എന്നാണല്ലോ, അത് തന്നെ സംഭവിച്ചു. ഈ കൊലപാതകത്തിന് പിന്നിൽ ആരായിരിക്കാമെന്നാണ് സാർ സംശയിക്കുന്നത്? അന്ന് ആ മിമിക്രിക്കാരുമായി ഉണ്ടായ ഇഷ്യൂ വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് ദേ ആർ ബിഹൈൻഡ് ദിസ് മർഡർ. ഇവിടെ കനത്ത പോലീസ് കസ്റ്റഡി കഴിയുന്ന കാസിം ഭായിയെ പോലൊരു ഭീകരനെ ആ പാവം മിമിക്രിക്കാർക്ക് എങ്ങനെ കൊലപ്പെടുത്താൻ കഴിയും സാർ? സാറിനെ പോലെ ബ്രില്യന്റ് ആൻഡ് എഫിഷ്യന്റ് ജയിൽ സൂപ്രണ്ടിന്റെ കണ്ണുകൾ വെട്ടിച്ച്, അതും 24 hours റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്യപ്പെടുന്ന ഈ ക്ലോസ് സർക്യൂട്ട് ക്യാമറ ഫെസിലിറ്റി ഉള്ളപ്പോൾ എങ്ങനെയാണ് സാർ? ദാറ്റ്സ് ഇംപോസിബിൾ. യെസ്, യു ആർ ദേർ. പക്ഷെ അന്ന് രാത്രി ഈ ക്യാമറ വർക്ക് ചെയ്തിരുന്നില്ല. പുതിയ എക്യുപ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പലപ്പോഴും ഇത് ഇങ്ങനെ തന്നെയാണ്. ആ, ഒരു കണക്കിന് ഇവനെ പോലുള്ള ക്രിമിനൽസ് ജീവിച്ചാലെന്താ മരിച്ചാലെന്താ? ആർക്കാ ഈ കേസിലൊക്കെ താല്പര്യം? സർക്കാരിനോ, നാട്ടുകാർക്കോ, കുടുംബക്കാർക്കോ? ആർക്കും ഉണ്ടാവില്ല. പിന്നെ തന്റെ ചൂടും ചുണയൊക്കെ പുതുതായി ശരീരത്തിൽ കയറിയ ഈ കാക്കിയുടെ ആവേശ. ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അനുഭവം പക്വതയാവുമ്പോ സ്വയം നമുക്ക് തോന്നും അത്രയ്ക്കൊന്നും ആവേശം വേണ്ടിയിരുന്നില്ല എന്ന്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വാല്യുബിൾ അഡ്വൈസ്. ഹായ് ജിമ്മി. ഹായ് കരീന. കരീന 2 ദിവസമായി കണ്ടില്ലല്ലോ. നല്ല സുഖമില്ലായിരുന്നു. അയ്യോ, എന്ത് പറ്റി? ഒന്നുമില്ല, ചെറിയൊരു സിക്നസ്, ദാറ്റ്സ് ഓൾ. ഓ, അത്രേ ഉള്ളോ? എന്നാലും 2 ദിവസം കരീന ആബ്സെന്റ് ആയപ്പോ ഞാൻ വല്ലാതെ അപ്സെറ്റ് ആയിപ്പോയി, അറിയോ?
എനിക്കും അത് ഫീൽ ചെയ്തു. റിയലി? കരീന, എന്റെ മനസ്സ് തീരുമാനിച്ചുറപ്പിച്ച ഒരു കാര്യം പറയാനാ ആരും കാണാതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. പറയട്ടെ? പറഞ്ഞോളൂ. കരീനക്കറിയോ, ഞാനും എൻ്റെ വൈഫുമായിട്ട് നല്ല ടേംസിലല്ല. അയ്യോ, അതെന്ത് പറ്റി? ഓ, അതൊക്കെ പറയാതിരിക്കുന്നതാ നല്ലത്. കരീനക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ എൻ്റെ വൈഫിനെ ആ നിമിഷം ഡൈവേഴ്സ് ചെയ്യാം. ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ മതി. അയ്യോ, ആരോ വരുന്നുണ്ട്, ബാക്കി ഞാൻ പിന്നീട് പറയാം. കരീന, ഒരു കാര്യം ഞാൻ ചോദിച്ചാൽ ഫ്രാങ്ക് ആയിട്ടുള്ള ഒപ്പീനിയൻ എനിക്ക് കിട്ടണം. കിട്ടുമോ കരീന? എന്താ ഉണ്ണി? വേറൊന്നുമല്ല, ഈ ചിന്ന വീടിനെ കുറിച്ച് കരീനയുടെ അഭിപ്രായം എന്താ? ചിന്ന വീടോ? അതെന്താ? അറിയില്ലേ? ഇല്ല. തമിഴ്നാട്ടിൽ കണ്ടുവരുന്ന ഒരു തരം ദാമ്പത്യ അറേഞ്ച്മെന്റാ. ഓ, ഭാര്യ ഉള്ളപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട മറ്റൊരു പെൺകുട്ടിയെ വേറൊരു ചെറിയ വീട്ടിൽ താമസിപ്പിക്കുന്നതിനാ ചിന്ന വീടെന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ സ്മോൾ ഹൗസ് എന്ന് പറയും. വിവരമില്ലാത്തവര് സ്റ്റെപ്പിനി എന്നും പറയും. എന്തിനാ ഇപ്പോ എന്നോട് ഇതൊക്കെ പറയുന്നേ? എന്റെ ഒരു അവസ്ഥ ഇപ്പൊ അങ്ങനെയാ കരീന. ഏകപത്നി വ്രതം അതൊരു പഴഞ്ചൻ കോൺസെപ്റ്റാ. നമുക്കതൊന്ന് പൊളിച്ചെഴുതണം. തുറന്ന് ഓപ്പൺ ആയിട്ട് പറയാ, അവന്മാരാരും അറിയണ്ട. എന്റെ ചിന്ന വീട്ടിലേക്ക് ഞാൻ കരീനെ ഹാർദമായി സ്വാഗതം ചെയ്യുക. വരില്ലേ? ആരോ വരുന്നുണ്ട്, നമുക്ക് പിന്നെ കാണാം. എന്താ ഇങ്ങനെ മൂടി പൊതച്ച് വന്നിരിക്കുന്നേ? ആരെങ്കിലും കണ്ടാലോ എന്ന് പേടിച്ചിട്ടാ? ഏയ്, ഈ ലോകത്ത് ആര് കണ്ടാലും, ഈ പ്രപഞ്ചം മൊത്തമായിട്ട് എതിർത്താലും എന്റെ ഈ റൊമാൻസിന് ഒരു വൈബ്രേഷൻ ഉണ്ടാവൂല. എനിക്ക് ഈ ലോകത്ത് വേറെ ആരുമില്ല, എന്റെ കരീന കുട്ടിയല്ലാതെ. അയ്യോ അയ്യോ, എന്താ ഇങ്ങനെ ചുമക്കുന്നേ? ഏയ്, ചെറിയൊരു സിക്കൻസാ. പക്ഷെ അത്ര തിക്കൻസ് ഒന്നുമില്ല. അല്പം കൂടി ഡോസ് കൂടിയ മെഡിസിൻ കഴിച്ചാൽ വേഗം ഡൈലൂട്ടായി പോകാവുന്നതേ ഉള്ളൂ. ഈ സമയത്ത് ഇങ്ങനെ പനി വരാതെ സൂക്ഷിക്കേണ്ടതായിരുന്നില്ലേ? അത് ഞാനൊരു റിസർച്ച് നടത്തി നോക്കിയതല്ലേ. റിസർച്ചോ? അതെ, പനിക്കുള്ളൊരു ഗുളിക ഫ്രീ ആയി കിട്ടിയപ്പോൾ പനി വരുമോ എന്നറിയാൻ വേണ്ടി ഞാൻ മഴയത്ത് പോയി നിന്നു. പരീക്ഷണം സക്സസ് ആയി, പനി വന്നു. പക്ഷേ പല ഗുളികകളും മാറി മാറി കഴിച്ചിട്ടും പരീക്ഷമേ മാറണില്ല. കരീനക്കുട്ടി പറയൂ, ഏട്ടൻ ഇനി എന്താ ചെയ്യേണ്ടത്? ശ്രീകൃഷ്ണന്റെ രൂപചൈതന്യമുള്ള ആളാണല്ലോ. അതെ അതെ, ഭഗവാൻ തന്നെ കൊച്ചാന്റിയെ കാത്തോളും. താങ്ക് യു. അയ്യോ, ആരോ വരുന്നുണ്ട്. കുട്ടിമൊക്കെ ഞാൻ വരാം. എല്ലാം സെറ്റായി വരായിരുന്നു. ഇവിടെ വിളിക്കാം. നിനക്കൊക്കെ ഞാൻ വച്ചിട്ടുണ്ടടാ. കരീന എന്റെ പ്രേമാഭ്യർത്ഥന ഒരിക്കലും നിഷേധിക്കില്ല. അത് തന്നെയാണ് എന്റെയും വിശ്വാസം. എന്റെയും. ആഹാ, നീയോ ഉണ്ടോ? നീ എന്താ ഇവിടെ? ഞാൻ ഇതിനകത്ത് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ വന്നതാ. ഞാൻ ഇവിടെ കാറ്റ് കൊള്ളാൻ വന്ന. ഇതിനകത്ത് കാറ്റോ? അതെ. ശബ്ദമുണ്ടാക്കല്ലേ, ഞാനൊരു സിനിമ കണ്ടോണ്ടിരിക്കുക. അച്ഛൻ വന്നേ. കലാദർശനയുടെ പുതിയൊരു ഐറ്റം ഞാൻ ഇവിടെ കാണിക്കാൻ പോവുക. എന്താ അത്? അച്ഛൻ, ഞാൻ മിമിക്രി മാത്രമല്ല, നല്ലൊരു മജീഷ്യൻ കൂടിയാണ്. ആണോ? എന്നാ അതൊന്ന് കാണിച്ചേ. കാണിക്കാം, പക്ഷെ ഈ ട്രൂപ്പിൽ എനിക്ക് മെയിൻ സ്ഥാനം തരണം. ആദ്യം നീ കാണിക്കേ. ശരി, കാണിക്കാം. ഇപ്പൊ നമ്മുടെ ഉണ്ണി, ജിമ്മി, കൊച്ചാന്റി ഒക്കെ എവിടെയുണ്ട്? അവരവിടെ ഉണ്ട്. അവിടെയുണ്ട്. ശരി, അവരെ 3 പേരെ ഞാൻ ഇതിനകത്താക്കും. അതാണ് മാജിക്. ഉണ്ണി, ജിമ്മി, കൊച്ചാന്റി. അച്ഛൻ പോയി തുറന്നു നോക്കിയേ. തുറന്നു നോക്കുന്നേക്കുള്ള എന്നെ ഒന്നാമനാക്കണം. ഇനി ഇതിനകത്ത് ഉണ്ണി. ഇനി അത് തുറന്നു നോക്കൂ. അച്ഛൻ ഇങ്ങോട്ട് വന്നേ. ഇനി ഇത് മാത്രമല്ല, അച്ഛന് തന്നെ അച്ഛനെ കാണണം. ശരി, എന്നാ കണ്ണടച്ചോ. ഇനി കണ്ണ് തുറന്നേ. ഞാൻ പറഞ്ഞത്. അതെ, എന്റെ തലയിലത്തെ മുടി കൊഴിഞ്ഞു പോണല്ലോ തോന്നുന്നു. ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. ആണെന്നൊന്നും നോക്കൂല. താനെന്തിനാണോ ഞങ്ങൾ അച്ഛനെ കാണിച്ചു കൊടുത്തത്? അതെ, കൂടുതൽ ഷൈൻ ചെയ്യാൻ നിന്നാ ഇവിടെ നടന്ന യഥാർത്ഥ കാര്യം ഞാൻ അച്ഛനോട് പറയും. ഞാനൊരു തമാശ പറഞ്ഞു. മിമിക്രി പഠിക്കണ്ടേ?